ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബംഗാൾ വിഭജനം നടത്തിയ വർഷമേത്? 1905. ബംഗാൾ വിഭജനം നടത്തിയ വർഷമേത്? 1905. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? മൗണ്ട് ബാറ്റൻ. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? മൗണ്ട് ബാറ്റൻ. താഴെ പറയുന്നവരിൽ കോൺഗ്രസിലെ മിതവാദികളിൽ പെടാത്തതാര്? ബാലഗംഗാധര തിലക്. താഴെ പറയുന്നവരിൽ കോൺഗ്രസിലെ മിതവാദികളിൽ പെടാത്തതാര്? ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് തുറന്നുകാട്ടിയ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് തുറന്നുകാട്ടിയ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റായ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷമേത്? 1956 നവംബർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷമേത്? 1956 നവംബർ. ഇന്ത്യൻ സേന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെട്ട നീക്കം നടത്തിയതെവിടെ? സുവർണക്ഷേത്രം. ഇന്ത്യൻ സേന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെട്ട നീക്കം നടത്തിയതെവിടെ? സുവർണക്ഷേത്രം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷമേത്? 1973. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷമേത്? 1973. വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമേത്? ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമേത്? ഇന്ത്യ. എത്ര രീതിയിൽ പൗരത്വം ആർജിക്കാമെന്ന് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു? 5 രീതിയിൽ. എത്ര രീതിയിൽ പൗരത്വം ആർജിക്കാമെന്ന് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു? 5 രീതിയിൽ. ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന അനുച്ഛേദമേത്? അനുച്ഛേദം 51A. മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന അനുച്ഛേദമേത്? അനുച്ഛേദം 51A. താഴെ പറയുന്നവരിൽ ആരെയാണ് രാഷ്ട്രപതി നിയമിക്കാത്തത്? മുഖ്യമന്ത്രി. താഴെ പറയുന്നവരിൽ ആരെയാണ് രാഷ്ട്രപതി നിയമിക്കാത്തത്? മുഖ്യമന്ത്രി. താഴെ പറയുന്നവയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനമേത്?
ത്രിപുര. താഴെ പറയുന്നവയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനമേത്? ത്രിപുര. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? മഹാനദി. ഏതൊക്കെ രാജ്യങ്ങളെയാണ് പാക് കടലിടുക്ക് വേർതിരിക്കുന്നത്? ഇന്ത്യ, ശ്രീലങ്ക. ഏതൊക്കെ രാജ്യങ്ങളെയാണ് പാക് കടലിടുക്ക് വേർതിരിക്കുന്നത്? ഇന്ത്യ, ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖം അല്ലാത്തതേത്? പാരദ്വീപ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖം അല്ലാത്തതേത്? പാരദ്വീപ്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമേത്? ആസം. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമേത്? ആസം. താഴെ പറയുന്നവയിൽ അന്തർദേശീയ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട്. താഴെ പറയുന്നവയിൽ അന്തർദേശീയ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട്. പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഭാരതപ്പുഴ. പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? മിൽമ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? മിൽമ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി, വള്ളിക്കുന്ന്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി, വള്ളിക്കുന്ന്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? പൂക്കോട്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? പൂക്കോട്. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? പെരിയാർ. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? മുല്ലപ്പെരിയാർ. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? മുല്ലപ്പെരിയാർ. കേരളത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടമുള്ളത്? പെരുവണ്ണാമൂഴി. കേരളത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടമുള്ളത്? പെരുവണ്ണാമൂഴി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെ? പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെ? പൈനാവ്. കേരളത്തിലെ പീഠഭൂമി പ്രദേശമായി അറിയപ്പെടുന്നത് ഏത്? വയനാട്. കേരളത്തിലെ പീഠഭൂമി പ്രദേശമായി അറിയപ്പെടുന്നത് ഏത്? വയനാട്. ഈഴവ മഹാസഭ സ്ഥാപിച്ചതാര്? ഡോക്ടർ പൽപ്പു. ഈഴവ മഹാസഭ സ്ഥാപിച്ചതാര്? ഡോക്ടർ പൽപ്പു. SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? കുമാരനാശാൻ. SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? കുമാരനാശാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടതാര്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടതാര്? അക്കാമ ചെറിയാൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്?
പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരം. പഴശ്ശിരാജാവിൻ്റെ സഹായിയായിരുന്ന കുറിച്യ നേതാവ്? തലക്കൽ ചന്തു. പഴശ്ശിരാജാവിൻ്റെ സഹായിയായിരുന്ന കുറിച്യ നേതാവ്? തലക്കൽ ചന്തു. താഴെ പറയുന്നവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പദമേത്? പെനാൽറ്റി കിക്ക്. താഴെ പറയുന്നവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പദമേത്? പെനാൽറ്റി കിക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? റഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? റഷ്യ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ സംസ്കൃത നാടകമേത്? കൂടിയാട്ടം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ സംസ്കൃത നാടകമേത്? കൂടിയാട്ടം. ഏതു കലാരൂപത്തിൻ്റെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ? കഥകളി. ഏത് കലാരൂപത്തിൻ്റെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ? കഥകളി. താഴെ പറയുന്നവരിൽ മലയാളത്തിലെ ജ്ഞാനപീഠം ജേതാക്കളിൽ ഉൾപ്പെടാത്തതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. താഴെ പറയുന്നവരിൽ മലയാളത്തിലെ ജ്ഞാനപീഠം ജേതാക്കളിൽ ഉൾപ്പെടാത്തതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്? ചർമ്മം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്? ചർമ്മം. ആഗോളതാപനത്തിനു കാരണമായ പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിനു കാരണമായ പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സ്കർവി രോഗത്തിനു കാരണം ഏതു വൈറ്റമിൻ്റെ അഭാവമാണ്? വൈറ്റമിൻ സി. സ്കർവി രോഗത്തിന് കാരണം ഏതു വൈറ്റമിൻ്റെ അഭാവമാണ്? വൈറ്റമിൻ സി. കശുവണ്ടി ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള കേരളത്തിലെ ജില്ലയേത്? കണ്ണൂർ. കശുവണ്ടി ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള കേരളത്തിലെ ജില്ലയേത്? കണ്ണൂർ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഫീമർ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഫീമർ അഥവാ തുടയെല്ല്. ഏറ്റവും ചെറിയ ഗ്രഹമേത്? ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമേത്? ബുധൻ. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത്? ജലം. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത്? ജലം. സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകളായി പുറത്തു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകളായി പുറത്തു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമേത്? സിലിക്കൺ. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമേത്? സിലിക്കൺ. വാതകങ്ങൾ, ദ്രാവകങ്ങൾ എന്നിവയിൽ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതി ഏത്? സംവഹനം. വാതകങ്ങൾ, ദ്രാവകങ്ങൾ എന്നിവയിൽ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതി ഏത്? സംവഹനം. താഴെ പറയുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. താഴെ പറയുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി.
ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകമേത്? സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകമേത്? സോഡിയം. രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? 90%. രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? 90%. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? മലമ്പനി. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? മലമ്പനി. മദ്യം ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണമുണ്ടാക്കുന്നത് ഏത് രോഗത്തിനു കാരണമാകുന്നു? അൾസർ. മദ്യം ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണമുണ്ടാക്കുന്നത് ഏതു രോഗത്തിനു കാരണമാകുന്നു? അൾസർ. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? വൃക്ക. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? വൃക്ക. ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമേത്? നൈട്രജൻ. ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമേത്? നൈട്രജൻ. ഡോട്ട്സ് ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗമേത്? ക്ഷയം. ഡോട്ട്സ് ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗമേത്? ക്ഷയം. കീമോതെറാപ്പി ചികിത്സ ഏതു ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അർബുദം. കീമോതെറാപ്പി ചികിത്സ ഏതു ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അർബുദം. കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത്? 2018. കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത്? 2018. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഏതു രാജ്യത്താണ്? റഷ്യ. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഏതു രാജ്യത്താണ്? റഷ്യ. 2020 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജ് എവിടെയാണ്? കോന്നി. 2020 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജ് എവിടെയാണ്? കോന്നി. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പ്രദേശം ഏതു ജില്ലയിലാണ്? മലപ്പുറം. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പ്രദേശം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് ഏതു നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഗുവാഹട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഗുവാഹട്ടി. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഫീച്ചർ ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഫീച്ചർ ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഇന്ത്യക്ക് റഫാൽ യുദ്ധവിമാനം നൽകിയ രാജ്യമേത്? ഫ്രാൻസ്. ഇന്ത്യക്ക് റഫാൽ യുദ്ധവിമാനം നൽകിയ രാജ്യമേത്? ഫ്രാൻസ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമേത്? ലഡാക്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമേത്? ലഡാക്ക്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആര്? MK സ്റ്റാലിൻ.
തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആര്? MK സ്റ്റാലിൻ. 2019 ഓഗസ്റ്റിൽ റദ്ദാക്കിയ ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 370. 2019 ഓഗസ്റ്റിൽ റദ്ദാക്കിയ ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 370. പട്ടാളം ഭരണം പിടിച്ചെടുത്ത ഇന്ത്യയുടെ അയൽ രാജ്യമേത്? മ്യാൻമർ. പട്ടാളം ഭരണം പിടിച്ചെടുത്ത ഇന്ത്യയുടെ അയൽ രാജ്യമേത്? മ്യാൻമർ. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ഗഗൻയാൻ. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ഗഗൻയാൻ. ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമേത്? കലാംസാറ്റ് V2. ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമേത്? കലാംസാറ്റ് V2. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാര്? രജനീകാന്ത്. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാര്? രജനീകാന്ത്. താഴെ പറയുന്നവയിൽ ആദിവാസി ഗോത്രഭാഷയിൽ നിർമ്മിക്കപ്പെട്ട സിനിമയേത്? നേതാജി. താഴെ പറയുന്നവയിൽ ആദിവാസി ഗോത്രഭാഷയിൽ നിർമ്മിക്കപ്പെട്ട സിനിമയേത്? നേതാജി. 2019 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാര്? S. ഹരീഷ്. 2019 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാര്? S. ഹരീഷ്. 2019 വെള്ളത്തോൾ അവാർഡ് നേടിയതാര്? പോൾ സക്രിയ. 2019 വെള്ളത്തോൾ അവാർഡ് നേടിയതാര്? പോൾ സക്രിയ. ദിവസേന ഭക്ഷണമെത്തിച്ചു നൽകുന്ന കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ പദ്ധതിയേത്? പാതേയം. ദിവസേന ഭക്ഷണമെത്തിച്ചു നൽകുന്ന കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ പദ്ധതിയേത്? പാതേയം. കേന്ദ്ര സർക്കാരിൻ്റെ സഹജ് സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്യാസ് ബുക്കിംഗ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹജ് സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്യാസ് ബുക്കിംഗ്. ആരുടെ ആത്മകഥയാണ് മൈൻഡ് മാസ്റ്റർ? വിശ്വനാഥൻ ആനന്ദ്. ആരുടെ ആത്മകഥയാണ് മൈൻഡ് മാസ്റ്റർ? വിശ്വനാഥൻ ആനന്ദ്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.